വെൽക്കം ബാക്ക് ടു കുക്കുമി. അപ്പോൾ നമ്മൾ പുറത്ത് നല്ല കാറ്റും മഴയാണ്. അപ്പോൾ നമുക്ക് ഒരു ചക്കക്കൂട്ടാനും മീൻകറി ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ചക്കക്കൂട്ടാൻ എന്നാണ് പറയുക, പിന്നെ ചിലയിടത്ത് ചക്കപ്പുഴുക്ക് എന്നും പറയും. അപ്പോൾ നിങ്ങളവിടെ എന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് ചക്ക ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ എല്ലാം. അപ്പോൾ നമ്മൾ ചക്കൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് കുരുവൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്ത ചക്ക നമുക്ക് എന്ത് ചെയ്യാം, കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടി നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചെറിയ ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചക്കയിലേക്കുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചക്ക ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉണ്ടാക്കി വെച്ച അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ ചക്കയിലും പച്ചമുളക് ചേർക്കാൻ മറന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ അരപ്പിന്ന് കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് പച്ചമുളക് എടുത്ത് അതൊന്ന് അരച്ചിട്ട് നമ്മൾ ആ ചക്കയിലേക്ക് ചേർക്കുകയാണ്. ഇനി നമുക്കത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ചെറിയ ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയും മറ്റു ചെറിയുള്ളിയൊക്കെ ഇട്ട നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫിഷ് കറി ഇല്ലാണ്ട് എന്ത് ചക്കല്ലേ. അപ്പോൾ ഇനി നമുക്കൊരു ഫിഷ് കറി ഉണ്ടാക്കിയാലോ? എന്തായാലും എനിക്ക് ഫിഷ് കറി ഇഷ്ടമല്ല, എന്തായാലും നമുക്കൊരു ഫിഷ് കറി ഉണ്ടാക്കാം.
ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കത് നന്നായി മൂത്ത് വരുന്ന വരെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായ മുളക് പൊടി. ഇനി നമുക്ക് അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് ആയ ഫിഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. സ്രാവാണ് കേട്ടോ നമ്മൾ കറി വെക്കാൻ പോണേ. അപ്പോൾ സ്രാവ് ഇട്ട് കൊടുക്കണ്ടേ. ഇനി നമുക്ക് അത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കറി ഇവിടെ നന്നായി തിളച്ച് കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ കിഡിലും ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പുറത്ത് നല്ല മഴയും നമുക്ക് നല്ല ഇവിടെ ചൂടുള്ള ചക്കക്കൂട്ടാനും മീൻകറിയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും കഴിച്ച് നോക്കാം. അപ്പോൾ ഞാനെന്തായാലും ചക്ക മാത്രം കേട്ടോ കഴിക്കണത്, ഫിഷ് കറി കൂട്ടാത്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ കുക്കുത്തുമി. ബൈ ബൈ.